പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സ്വരമുയർത്തി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരൊറ്റ വിളി, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ നന്ദി പറയുന്നു ഈശോയെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി കഴിയുമ്പോൾ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അവൻ വന്നു കഴിയുമ്പോൾ സർവ്വകാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. നല്ല തമ്പുരാനെ, നീ ഈ ലോകത്തിൽ ജീവിച്ചത് ഞങ്ങളെ സഹായിക്കുവാനായിരുന്നു. ഞങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കാനാവാത്ത വലിയ പ്രവൃത്തികൾ നല്ല തമ്പുരാനെ നിന്റെ സഹായം കൊണ്ട് നീ ചെയ്തു തന്നു. കർത്താവേ, സ്വർഗത്തിലെത്തുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമായിരുന്നു. നീ അതിനുവേണ്ടി വേണ്ടതെല്ലാം എനിക്ക് ചെയ്തു തന്നതാ. പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തത് എന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയാ. കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തമ്പുരാനെ, നീ എനിക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടുള്ള നന്മകളോർത്താൽ. നീ തന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവ്. എന്നും എന്നോടുകൂടെ ആയിരിക്കുവാൻ, എനിക്ക് സഹായിയായി നിൽക്കുവാൻ, എന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ നീ തന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഈശോ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയപ്പോ ഈ ലോകത്തിൽ എൻ്റെ കൂടെ ആയിരിക്കുവാൻ, എന്നെ സ്വന്തമാക്കി സ്വീകരിക്കുവാൻ തന്ന വലിയ ദാനമായ പരിശുദ്ധാത്മാവേ, നിന്നെ ഞാൻ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പൂർണ്ണമായ വിധേയത്വത്തോടെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നിത്യസഹായകനായ ആത്മാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നെ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമേ, നിങ്ങൾ മൂവരും ഒരുപോലെ എല്ലായിടത്തും സന്നിഹിതമാണ്. കർത്താവ് പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. മൂവരിൽ ഒരാളെ കണ്ടാൽ 3 പേരെയും കാണുന്നതിന് തുല്യം. ഈ തിരുവോസ്തിയുടെ മുമ്പിലിരുന്നു കൊണ്ട്, ഞങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന പുത്രനായ തമ്പുരാന്റെ കൂടെ ഇരുന്നു കൊണ്ട്, പരിശുദ്ധാത്മാവേ, നിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു, സമ്മതം തരുന്നു. എൻ്റെ ഉള്ളിലേക്ക് നീ കടന്നു വരണമേ. ആത്മാർത്ഥതയോടെ ഹൃദയം തുറന്ന് നമുക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വസിച്ചതിന്റെ, സഭയുടെ സ്ഥാപനം നടത്തിയതിന്റെ ഓർമ്മയാചരണമാണ് ഇന്ന് നമ്മൾ നടത്തുക. സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറയുന്ന ദിവസം കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെ മേലും, എൻ്റെ സമൂഹത്തിൻ്റെ മേലും, ഇടവകയുടെ മേലും, സഭ മുഴുവൻ്റെ മേലും, രാജ്യം മുഴുവൻ്റെ മേലും, ലോകം മുഴുവൻ്റെ മേലും നിന്റെ ആത്മാവിനെ അയക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ അനുസരിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് മാമോദീസായിലും സൈർലേപനത്തിലുമൊക്കെ നിന്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
അനുസരിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, നിറയണമേ, റൂഹായേ 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 എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ നിറയണമേ, റൂഹായേ റൂഹായേ എന്റെ മേൽ ആവസിക്കണമേ, റൂഹായേ 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 അഗ്നി അയക്കണമേ, റൂഹായേ റൂഹായേ ശക്തി പകർന്നിടണേ, റൂഹായേ റൂഹായേ ശക്തി പകർന്നിടണേ, റൂഹായേ 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 ശക്തി പകർന്നിടണേ, റൂഹായേ 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 ശക്തി പകർന്നിടണേ. നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ആത്മാവിന്റെ അഗ്നി ഞങ്ങളിൽ കത്തിച്ചൊലിപ്പിക്കണമേ, ആത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചോദിച്ചാൽ അവൻ തരാതിരിക്കില്ല, നീ ചോദിച്ചാൽ അവൻ തരാനായി കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ആവർത്തിച്ച് ചോദിക്കാം. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു, അനുസരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ 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 എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ അഗ്നി അയക്കണമേ, റൂഹായേ റൂഹായേ അഗ്നി അയക്കണമേ, റൂഹായേ 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 അഗ്നി അയക്കണമേ, റൂഹായേ റൂഹായേ ശക്തി പകർന്നിടണേ, റൂഹായേ റൂഹായേ ശക്തി പകർന്നിടണേ, റൂഹായേ 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 ശക്തി പകർന്നിടണേ, റൂഹായേ 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 ശക്തി പകർന്നിടണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ ആത്മാവിനെ നൽകും. നീ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, അത് നിന്റെ കടമയാണ്. കർത്താവെ, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദാഹിക്കുന്നു. കർത്താവെ, നിന്റെ ആത്മാവിന് വേണ്ടി, നിന്റെ വലിയ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, മനസ്സ് മുഴുവൻ നമുക്ക് കൊടുക്കാം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ സമയം വെച്ചു കൊടുക്കാം. കർത്താവേ, പരിപൂർണമായി ഞാൻ വിട്ടുതരുന്നു, പരിപൂർണമായി. എന്റേതായി എനിക്കൊന്നും വേണ്ട തമ്പുരാനെ. നിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടാത്ത ഒരു കാര്യവും എനിക്കിനി ആവശ്യമില്ല.
തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഈ സമയം നമ്മളെ പരിപൂർണമായി വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാനിതാ പരിപൂർണമായി കർത്താവെ നിനക്ക് വിട്ടുതരുന്നു. നിന്റെ ആത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്നെ നയിച്ചു കൊള്ളണമേ. ആത്മാവിന്റെ കരം പിടിച്ച് നടക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ കരം പിടിച്ച് നടന്നാൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. മറ്റെല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ആത്മാവിനെ നിന്ദിക്കുന്നത് മാത്രം പൊറുക്കപ്പെടുകയില്ല. ആത്മാവിനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തെ നിന്ദിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നിന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ സ്നേഹത്തെ നീ മറന്നു ജീവിച്ചാൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല. നീ എത്ര പാപം ചെയ്താലും നിന്നെ പൊറുക്കും എന്ന് ബോധ്യപ്പെടുത്തുന്ന ആത്മാവിനെ നീ നിരാകരിച്ചാൽ നിനക്കൊരിക്കലും പാപമോചനം നേടാനാവില്ല. പാപമോചനം നേടാതെ നിനക്കൊരിക്കലും സ്വർഗം കാണാനാവില്ല. ആത്മാവിനെ കൂട്ടുപിടിക്കാതെ പാപബോധം ഉണ്ടാവില്ല. അതുകൊണ്ടാ കർത്താവ് പറയുന്നത് ബാക്കി എല്ലാം ക്ഷമിക്കപ്പെടും, ആത്മാവിനെതിരായ ദൂഷണം മാത്രം പൊറുക്കപ്പെടുകയില്ല. കാരണം പൊറുക്കപ്പെടുന്ന സ്ഥലത്തേക്ക് അവന് ചെല്ലാനാവില്ല. ആത്മാവ് നയിച്ചെങ്കിലേ നമുക്ക് പാപബോധം ഉണ്ടാവുകയുള്ളൂ. കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാപബോധം തരണമേ. ഞങ്ങൾ ഒത്തിരിയേറെ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാ. കഴിഞ്ഞ ആഴ്ചയിൽ തമ്പുരാനെ നീ ഞങ്ങൾക്ക് വലിയൊരു അവസരം തന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഒന്ന് ഓർത്തെടുത്ത് അനുദപിക്കുവാൻ കർത്താവേ. പക്ഷേ വിശുദ്ധ കുമ്പസാരം നടത്താൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ ആത്മാവിനാൽ വിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തു. എല്ലാ പാപങ്ങളും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഓർത്തെടുത്തതാ. പക്ഷേ നല്ല തമ്പുരാനെ, വീണ്ടും വീണ്ടും ആ പാപം ഞങ്ങൾ ആവർത്തിച്ച് പോവുകയാണ്. തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പാപങ്ങളെയും സമർപ്പിക്കാം. ആത്മാവ് ഉള്ളിൽ തോന്നിപ്പിച്ചു തരുന്ന സർവ്വ മേഖലകളും നമുക്ക് ഈ സമയം ഓർത്തെടുത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. കർത്താവേ, ആത്മാവിന്റെ ഈ പ്രചോദനമനുസരിച്ച് അനുദപിക്കുവാൻ കൃപ തരണമേ. ദാഹിച്ച് നിന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുതാപം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ തമ്പുരാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ നെഞ്ചോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവേ, നിന്റെ ആത്മാവിനാൽ, പാപബോധത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തമ്പുരാനെ, നിന്റെ തിരുമുമ്പാകെ എല്ലാ പാപങ്ങളും ഒന്ന് ഏറ്റുപറയുവാനുള്ള കൃപ തരണമേ. നാണക്കേട് കൂടാതെ നിന്റെ മുമ്പാകെ എന്നോട് പൊറുക്കണേ കർത്താവേ എന്ന് ഏറ്റുപറയാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളു തുറന്ന് തമ്പുരാനെ വിളിച്ചാൽ അവൻ കേൾക്കാതിരിക്കില്ല. നീ ഒന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നല്ല തമ്പുരാൻ. നീ വിളിച്ചാൽ അവൻ വിളി കേൾക്കും. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാ എന്നതാണോ നിന്റെ പ്രശ്നം? സാരമില്ല, തമ്പുരാൻ നിന്നോട് പറയുക, ആത്മാവ് നെടുവീർപ്പോടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. നീ ആത്മാവിനെ ഒന്ന് അനുവദിച്ചാൽ മതി. എന്റെ ഉള്ളിലേക്ക് നിറയ്ക്കപ്പെട്ട ആത്മാവേ, നീ ഉണർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്താണോ ഞാൻ ചെയ്യേണ്ടത് അതെനിക്ക് കാണിച്ചു തരണമേ. അനുദപിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ. ഹൃദയത്തോട് നമുക്ക് കൈകളൊന്ന് ചേർത്ത് വയ്ക്കാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഉള്ളില്, എൻ്റെ ഹൃദയത്തിന്റെ കേന്ദ്ര സ്ഥാനം നിനക്ക് ഞാൻ നൽകുന്നു തമ്പുരാനെ. എൻ്റെ ആത്മാവിന്റെ വാസസ്ഥലമാക്കി എൻ്റെ ശരീരത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ തിരുരക്തത്താലും നിന്റെ പരിശുദ്ധാത്മാവായ അഗ്നിയാലും എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ.
വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. ആസ്വദിച്ച് പാടാം, എൻ്റെ ഉള്ളിൽ മുഴുവൻ ഹൃദയം വിട്ടുകൊടുത്തുകൊണ്ട് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. എന്റെ ശരീരത്തെ ഞാൻ വിട്ടുതരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. കർത്താവേ, നിന്റെ തിരുരക്ഷത്താൽ, നിന്റെ അഗ്നിയാൽ എന്നെ പരിശുദ്ധനാക്കണമേ. എന്റെ പാപാവസ്ഥകളെ കത്തിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. നമ്മുടെ അശുദ്ധിയുടെ മേഖലകളെ നമുക്ക് ഈ സമയം സമർപ്പിക്കാം. നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കാം, നമ്മുടെ പ്രശ്നത്തിന്റെ അവസ്ഥകളെ സമർപ്പിക്കാം. കർത്താവ് സൗഖ്യം നൽകട്ടെ. കർത്താവേ, പരിശുദ്ധി നിറയ്ക്കണമേ. നിന്റെ ചൈതന്യം എന്റെ ഉള്ളിൽ വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ നമ്മുടെ രോഗാവസ്ഥകളെ മുഴുവൻ സമർപ്പിക്കാം. നീ എന്നിൽ വരണേ. സൗഖ്യദായകനെ, രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ഒന്നിച്ചു പാടാം. ആത്മാവാം ദൈവമേ വരണേ, ഹൃദയം കൊണ്ട് പാടാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ആഗ്രഹിച്ചുകൊണ്ട് പാടാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ. എന്റെ ഉള്ളിൽ വസിക്കണമേ. കർത്താവേ, ഒത്തിരി ഭാരത്താൽ ഞാൻ തളരുമ്പോ എന്നിൽ വലിയ ശക്തിയായി നീ ഉണ്ടാവണമേ. തളർന്ന് വീണു പോകുന്ന അവസരങ്ങളിൽ കർത്താവേ, താങ്ങ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ദൈവത്തിന്റെ ശക്തി, പവർ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ എന്നിലേക്ക് വരണമേ, ശക്തിപ്പെടുത്തണമേ, തകർന്നു പോവാതെ കാക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, നമുക്ക് കൂടെ പാടാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണു പോകുമ്പോൾ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പിശാച് ഉറക്കി പറയുമ്പോഴും കർത്താവേ, ഒരു പുതു സൃഷ്ടിയായി നീ എന്നെ മാറ്റുന്ന ആത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ മുഴുവൻ കൊടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് ചേരാം. നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കണമേ. എന്റെ പാപാവസ്ഥകളെ മാറ്റുന്നവനെ, എന്റെ കരുത്തിൽ പിടിച്ച് ഉയർത്തുന്നവനെ വരണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കോസ്താനുഭവം തരണേ. പുതിയ സൃഷ്ടിയായി എന്നെ മാറ്റണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പഴയ
മനുഷ്യനെ ഉരുക്കി കളയണമേ. അനുഭവം തരണേ. ഇന്നത്തോടെ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. സൃഷ്ടിയായി എന്നെ മാറ്റണേ. പാടാം. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവായ ദൈവമേ, വചനം മനസ്സിലാക്കുന്ന ശക്തിയായി, വിവേചറിയാനുള്ള കൃപയായി നീ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ശക്തി എന്നിൽ നിറച്ച് കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം നൽകുവാൻ, പിശാചുകളെ പുറത്താക്കുവാൻ കർത്താവേ നിന്റെ വരങ്ങൾ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പാടാം. നമുക്ക് എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണ അധികാരവും ആത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് പാടാം. ദൈവമേ വരണേ. കർത്താവേ, എന്റെ ശരീരത്തെ നിന്റെ ആത്മാവിന്റെ ആലയമാക്കി മാറ്റണമേ. തിരുസന്നിധിയില് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വലിയ ശക്തിയോടുകൂടെ ആത്മാവ് നമ്മളിലേക്ക് വരുന്ന സമയം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വലിയ ശക്തി എന്നിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ. നമ്മൾ വിട്ടുകൊടുത്താൽ അവന്റെ ശക്തി അവിടെ പ്രവർത്തിക്കും. നിനക്ക് അസാധ്യമായി പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആത്മാവിന്റെ അഭിഷേകം കിട്ടിയ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികൾ ബൈബിളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ദൈവഹിതം എന്തെന്ന് കൃത്യമായി വിവേചിച്ചറിയും. അവൻ പ്രവചിക്കും. അവൻ സ്വപ്നങ്ങൾ കണ്ടാലും അത് ദർശനങ്ങളായിരിക്കും. അവൻ ആരുടെ അടുക്കൽ ചെന്നാലും അവർക്കൊക്കെ ആത്മാവിനെ പകർന്നു കൊടുക്കും. അവൻ പറയുന്ന വചനങ്ങളൊന്നും തെറ്റിപ്പോവുകയില്ല. അവൻ പറഞ്ഞാൽ രോഗികൾ സുഖപ്പെടും. അവൻ ആജ്ഞാപിച്ചാൽ പിശാചുകൾ പുറത്തു പോകും. കർത്താവേ, നിന്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അവൻ തരും അവന്റെ ആത്മാവിനെ. അവൻ കുലുക്കി നിറച്ച് തരുന്നവനാ. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നീ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ തരുന്നവനാ. നിനക്ക് ആഗ്രഹിക്കാമോ? അത്രയും മാത്രമേ തമ്പുരാൻ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ. പൂർണ്ണമായി നീ ആഗ്രഹിക്കണം. ആത്മാവിന്റെ വരങ്ങൾ മാത്രമല്ല, അവനെ തന്നെ നീ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ നീ ആഗ്രഹിച്ചാൽ മതി. കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ നീ നയിക്കണമേ. ആത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കർത്താവേ, നിന്റെ ആത്മാവ് വീശുന്നത് പോലെ സഞ്ചരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എന്റെ ചിന്തകളൊന്നും എന്നെ നയിക്കാതിരിക്കട്ടെ. ഒരു പക്ഷെ നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക്, നിനക്ക് ഇഷ്ടമില്ലാത്ത മേഖലകളിലേക്കൊക്കെ ആയിരിക്കാം ആത്മാവ് നിന്നെ നയിച്ചു കൊണ്ടുപോവുക. നിനക്ക് സമ്മതമാണോ? അത് മാത്രമേ കർത്താവിന് അറിയേണ്ടതുള്ളൂ. ഈ ആത്മാവ് നിന്നെ ഒരിക്കലും നാശത്തിലേക്ക് നയിക്കുകയല്ല. നിനക്ക് സമ്മതമാണോ ആത്മാവ് നയിക്കുന്നിടത്തേക്ക് പോവാൻ? പത്രോസ്ലീഹായോട് കർത്താവ് പറയും, പ്രായമാകുമ്പോൾ നീ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എപ്രകാരമുള്ള മരണത്താലാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. പത്രോസിന് വെറുപ്പായിരുന്നു, പേടിയായിരുന്നു കുരിശ്. പക്ഷേ അവന് ലഭിച്ചത് കുരിശ് തന്നെയാണ്. ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുരിശ് അവന്റെ ഏറ്റവും വലിയ സന്തോഷമായി മാറി. കർത്താവേ, എന്നെയും നീ നയിച്ചു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ കരങ്ങളടിച്ചുകൊണ്ട്, സാധിക്കുമെങ്കിൽ കരങ്ങളടിച്ചുകൊണ്ട്, കർത്താവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ശരീരം മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട്, അങ്ങനെ ചുറ്റും നിൽക്കുന്നവർ ആരാണെന്ന് പോലും നോക്കണ്ട, അവരെന്തൊക്കെ ചിന്തിക്കുമെന്ന് നോക്കണ്ട, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ആത്മാവിനാൽ, നിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ. ആത്മാവേ, നിന്റെ ശക്തി ഞങ്ങളിലേക്ക് പ്രകടിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പാടിത്തരുമ്പോൾ അത് ആവർത്തിച്ച് പാടാനും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം. തമ്പുരാനെ പുകഴ്ത്തുവാൻ, തമ്പുരാനെ ആരാധിക്കുവാൻ നമുക്ക് മടി വേണ്ട. കരങ്ങൾ അടിച്ചുകൊണ്ട്, ആത്മാവേ നിന്റെ ശക്തിയായി എന്നിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലേതുപോലെ അത്ഭുത ലോകത്തിൽ നിറയുവാൻ കർത്താവേ, ആത്മാവിന്റെ ബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അത്ഭുതം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അത്ഭുതം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുലാത്മാവേ, അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കർത്താവേ, ലോകം എന്നെ മാറി വിളിക്കുമ്പോൾ, സാത്താൻ എന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നേറുവാൻ ധീരതയോടെ കർത്താവേ നിന്റെ ജോലി ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ വേല
ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ വേല ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ശരീരവും മനസ്സും ആത്മാവും വിട്ടുകൊടുത്തുകൊണ്ട് സർവ്വ കൃപാവരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ കൃപാവരങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ആവർത്തിച്ച് പാടുന്ന എല്ലാ കൃപകളും നമുക്ക് ചോദിച്ചു വാങ്ങാം. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വിടുമയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സ്നേഹം പകർന്നിടണേ. പരിശുദ്ധാത്മാവേ സ്നേഹം പകർന്നിടണേ. പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകിടണേ. സൗഖ്യം വേണ്ട എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. സൗഖ്യം നൽകിടണേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നിറച്ചിടണേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നിറച്ചിടണേ. പരിശുദ്ധാത്മാവേ വിശുദ്ധി നൽകിടണേ. പരിശുദ്ധാത്മാവേ വിശുദ്ധി നൽകിടണേ. പരിശുദ്ധാത്മാവേ അഗ്നി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ അഗ്നി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശാന്തി നൽകിടണേ. പരിശുദ്ധാത്മാവേ ശാന്തി നൽകിടണേ. പരിശുദ്ധാത്മാവേ ബുദ്ധി നൽകിടണേ. പരിശുദ്ധാത്മാവേ ബുദ്ധി നൽകിടണേ. പരിശുദ്ധാത്മാവേ വിവേകം നൽകിടണേ. പരിശുദ്ധാത്മാവേ വിവേകം നൽകിടണേ. പരിശുദ്ധാത്മാവേ ആത്മബലം തരണേ. പരിശുദ്ധാത്മാവേ ആത്മബലം തരണേ. പരിശുദ്ധാത്മാവേ നിന്ദാനങ്ങൾ നൽകിടണേ. പരിശുദ്ധാത്മാവേ നിന്ദാനങ്ങൾ നൽകിടണേ. പരിശുദ്ധാത്മാവേ നിൻ വരങ്ങൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ നിൻ വരങ്ങൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ നിൻ ഫലങ്ങളാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ നിൻ ഫലങ്ങളാൽ നിറയ്ക്കണമേ.
ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒറ്റ വിളി, ഈശോയെ പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, 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 ആത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ നീയല്ല, പുതിയ മനുഷ്യനാണ്. ദൈവിക മനുഷ്യനായി നീ മാറും. നിന്റെ വീട്ടിൽ നീ ഒരു അനുഗ്രഹമാകും. നീ കടന്നു ചെല്ലുന്ന എല്ലായിടത്തും നീ ഒരു അനുഗ്രഹമാകും. കർത്താവേ, നിന്റെ അനുഗ്രഹമാക്കി നീ എന്നെ മാറ്റണമേ. ഹൃദയം തുറന്ന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ആത്മാവിനാൽ നിറയപ്പെടുവാൻ നമ്മുടെ കുടുംബം, നമ്മളെ തന്നെ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സമൂഹം, നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ എല്ലാവരിലേക്കും ആത്മാവ് ചൊരിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയായി എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന കർത്താവേ, നിന്റെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമാണ്. നീ എന്നെ സ്വീകരിക്കണമേ. പരിപൂർണമായി വിട്ടു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കൃപകൾ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ കൃപ തരണമേ. നല്ല തമ്പുരാന്റെ തിരുമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നിനക്ക് സൗഖ്യം വേണ്ട മേഖലകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മാവേ, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടണമേ. എൻ്റെ രോഗങ്ങളിലേക്ക് ഇടപെടണമേ. എൻ്റെ ആകുലതകളിലേക്ക്, എൻ്റെ ടെൻഷനിലേക്ക് ഒക്കെ ഇടപെടണമേ. പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് തലകുനിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നു മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം